പിറവം നഗരസഭ 24-ാം ഡിവിഷനിലെ കുരുന്നുകൾ ഇനി സ്മാർട്ടാകും. പാഴൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച 62-ാം നമ്പർ സ്മാർട്ട് അംഗനവാടി MLA അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ചടങ്ങിൽ അധ്യക്ഷയായി. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 37 ലക്ഷം രൂപ ചിലവിൽ 2 നിലകളിലായാണ് അംഗനവാടി നിർമ്മിച്ചത്. പാഴൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച 62-ാം നമ്പർ സ്മാർട്ട് അംഗൻവാടി കുട്ടികൾക്കായി തുറന്നു നൽകി. പിറവം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 നിലകളിലായി 37 ലക്ഷം രൂപ ചിലവിലാണ് അംഗൻവാടി നിർമ്മിച്ചത്. MLA അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രായവും കൂടി ഇതാണ് എന്നത് നമുക്ക് വിസ്മരിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ പറയും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത്. 10ഉം 12ഉം പ്രധാനപ്പെട്ടതാണ് അല്ലെന്നല്ല, പക്ഷെ അതിനെപ്പോൾ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രായമാണ് കുഞ്ഞുങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ. അത് അവരുടെ ജീവിതത്തിലെ പുറം ലോകവുമായി ലഭിക്കുന്ന ആദ്യത്തെ അനുഭവങ്ങളാണ് ഈ അംഗനവാടികളിലൂടെയുള്ളത്. ഞാനതാണ് നേരത്തെ പറഞ്ഞത്, അവർക്ക് കിട്ടുന്ന വിവിധ തലങ്ങളിലുള്ള അവർക്കിവിടെ കിട്ടുന്ന ചെറിയ അറിവുകൾ, അവർക്ക് ഇപ്പോൾ ഒരു പാട്ടിലൂടെ ആണെങ്കിൽ, നൃത്തത്തിലൂടെ ആണെങ്കിൽ, കളിപ്പാട്ടത്തിലൂടെ ആണെങ്കിൽ പോലും പുതിയ അറിവുകൾ കിട്ടുകയാണ്, ചിത്രങ്ങളിലൂടെ. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിനെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവരോടൊപ്പം ഉണ്ടാവുന്ന ഒന്നാണ്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷയായിരുന്നു. ഏകദേശം 43 ലക്ഷം രൂപയാണ്. ഇനി കുറച്ച് വർക്കും കൂടി നമുക്ക് 6 ലക്ഷം രൂപ നഗരസഭയുടെ ഫണ്ടും കൂടി ഉണ്ട്. അതും കൂടി മുടക്കി ഒരു വീടിൻ്റെ സൗകര്യത്തോടു കൂടി ടോയ്ലറ്റും അതുപോലെ എല്ലാ സൗകര്യങ്ങളും അടക്കം നല്ല മനോഹരമായ രീതിയിലാണ് അംഗൻവാടിയുടെ പണി തീർത്തിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ നല്ല ഹൈജീനിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ കളിക്കുന്നതിനും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ പഠിക്കണമെന്നുള്ള അല്ലെങ്കിൽ ഉല്ലസിക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇത്തരം അംഗനവാടികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ KP സലീം, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, വത്സല വർഗീസ്, കൗൺസിലർമാരായ രമ വിജയൻ, P ഗിരീഷ് കുമാർ, ഡോക്ടർ അജീഷ് മനോഹർ, ഏലിയമ്മ ഫിലിപ്പ് ബാബു പാറയിൽ, മോളി വലിയകട്ടയിൽ, മോളി ബെന്നി, CK പ്രകാശ്, സോമൻ വല്ലയിൽ, KC തങ്കച്ചൻ, സോജൻ ജോർജ്, S ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. പാഴൂര് പോലുള്ള ഒരു പ്രാദേശികമായ ഒരു സ്ഥലത്ത് ഒരു ഹൈടെക് അംഗൻവാടി നിർമ്മിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, നാളുകളായി ഈ പാഴൂർ സ്കൂളിൻ്റെ പഴയ ഓടിട്ട ഒരു പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ഇങ്ങേയറ്റത്തെ മൂലയിലാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെ ഏത് നിമിഷവും അത് ഇടിഞ്ഞു വീഴാൻ തക്ക രൂപത്തിലായിരുന്നു. അതിന് മുകളിലൊരു നീല പടുത വരിച്ചിട്ടിട്ടാണ് ആ അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. ന്യൂസ് ബ്യൂറോ, പിറവം. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.